أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد ലക്കും ദീനുക്കും വലിയ ദീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ നമ്മുടെ ചോദ്യോത്തരം സൂറ അൽ കാഫിറൂനിൽ നിന്നുള്ളതാണ്. ആദ്യത്തെ ചോദ്യം, അൽ കാഫിറൂൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ശരി ഉത്തരം സത്യനിഷേധികൾ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ഈ സൂറത്ത് അവതരിക്കാൻ കാരണമായ പ്രധാന സംഭവം ഏതാണ്? ശരി ഉത്തരം ഖുറൈശികളിലെ പ്രമുഖരായ വലീദ് ഇബ്നു മുഗീറ, ആസിബ് ഇബ്നു വാഇൽ തുടങ്ങിയവർ പ്രവാചകന്റെ അടുക്കൽ വന്ന്, ഒരു വർഷം ഞങ്ങൾ നിന്റെ ദൈവത്തെ ആരാധിക്കാം, അടുത്ത വർഷം നീ ഞങ്ങളുടെ ദൈവങ്ങളെ ആരാധിക്കണം എന്ന വിചിത്രമായ ഒത്തുതീർപ്പ് നിർദ്ദേശം വെച്ചപ്പോഴാണ് ഈ സൂറത്ത് അവതരിച്ചത്. അടുത്ത ചോദ്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറത്ത് ഏതെല്ലാം നമസ്കാരങ്ങളിലാണ് പതിവായി ഓതിയിരുന്നത്? ശരി ഉത്തരം സുബിഹിയുടെയും മഗ്രിബിൻ്റെയും സുന്നത്ത് നമസ്കാരങ്ങളിലും ത്വവാഫിന് ശേഷമുള്ള 2 റക്അത്തിലും വിത്തറിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പതിവായി ഈ സൂറത്ത് ഓതിയിട്ടുണ്ടായിരുന്നു. അടുത്ത ചോദ്യം, ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന വചനത്തിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. മൂന്നാമത്തെയും 5-ാമത്തെയും വചനങ്ങൾ ഒരേപോലെയാണല്ലോ. ഇതിലെ ആവർത്തനത്തിൻ്റെ ഉദ്ദേശ്യം എന്താണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്? മൂന്നാമത്തെ ആയത്ത് വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, അതെന്നെ 5-ാമത്തെ ആയത്തിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉദ്ദേശ്യം എന്താണെന്നാണ്? ശരി ഉത്തരം, ഭാവിയിലും വർത്തമാനകാലത്തും അവിശ്വാസികളുടെ ആരാധനാ രീതികളുമായി മുസ്ലിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ഉറപ്പിച്ചു പറയാനാണ് ഈ ആവർത്തനം. മാ തഅ്ബുദൂൻ, മാ അഅ്ബുദ് എന്നിവയിലെ മാ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആരാധിക്കപ്പെടുന്ന വസ്തുക്കളെയാണ്. മാ തഅ്ബുദൂൻ, മാ അഅ്ബുദ് എന്നിവയിലെ മാ. അടുത്ത ചോദ്യം, അന ആബിദും മാ അബദ്തും എന്ന വചനത്തിൻ്റെ അർത്ഥമെന്ത്? നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ആരാധിക്കുന്നവനല്ല ഞാൻ. അടുത്ത ചോദ്യം, ഈ സൂറത്ത് ഇസ്ലാം മതത്തിൻ്റെ സഹിഷ്ണുതയെയാണോ അതോ കർക്കശമായ നിലപാടിനെയാണോ വ്യക്തമാക്കുന്നത്? ശരി ഉത്തരം, വിശ്വാസകാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്നും എന്നാൽ ഓരോരുത്തർക്കും അവരുടെ മതം പിന്തുടരാൻ അവകാശമുണ്ടെന്നുമുള്ള സഹിഷ്ണുത കലർന്ന വ്യക്തമായ നിലപാടിനെയാണിത് സൂചിപ്പിക്കുന്നത്. ഈ സൂറത്ത് അവതരിച്ച ശേഷം ഖുറൈശികളുടെ ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഉത്തരം, അവർ നിരാശരാവുകയും പ്രവാചകനോടുള്ള ശത്രുത വർദ്ധിപ്പിക്കുകയും ചെയ്തു. അടുത്ത ചോദ്യം,
ഈ സൂറത്തിനെ ഖുർആന്റെ എത്ര ഭാഗത്തിന് തുല്യമായാണ് ചില റിപ്പോർട്ടുകളിൽ വിശേഷിപ്പിക്കുന്നത്? വിശുദ്ധ ഖുർആന്റെ 1/4 തുല്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, ബഹുദൈവ വിശ്വാസികളോട് ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നത് എപ്പോഴാണ് നിഷിദ്ധമാകുന്നത്? ശരി ഉത്തരം, ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ മാറ്റം വരുത്താൻ ആവശ്യപ്പെടുമ്പോൾ. അടുത്ത ചോദ്യം, ഈ സൂറത്ത് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ത്? ഉത്തരം, ഇസ്ലാം എന്നാൽ സത്യവും അസത്യവും തമ്മിലുള്ള വ്യക്തമായ വേർതിരിവാണ്. ഫുർഖാൻ.